വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പേഴ്സണലി കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കളക്റ്റീവായിട്ടുള്ളൊരു കറണ്ട് എനർജി എന്താണ്, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്താണ്, അതായത് നിങ്ങളുടെ സോള് തന്നെ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണ്, നിങ്ങളുടെ ഒരു ഹയസ്റ്റ് സെൽഫ് നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയുന്നത്, എന്താണ് ആവശ്യപ്പെടുന്നത്, നിങ്ങളിപ്പോൾ എന്ത് അറിഞ്ഞിരിക്കണം എന്നാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നിങ്ങളുടെ കറണ്ട് എനർജിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്, ഇത് നിങ്ങളുടെ കറണ്ട് എനർജി കളക്റ്റീവാണ്, ജെൻഡർലെസ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റഡ് ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ട ഒരു ഗൈഡൻസ് തന്നെയായിരിക്കും ഇത്. ഓക്കെ, നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ്. ഓക്കെ, വാവ്, കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഡെത്ത്. ഓക്കെ, 8 of Pentacles, Ace of Pentacles, 3 of Swords, Five of Wands. Okay, Ace of Wands. നിങ്ങളുടെ കറണ്ട് എനർജി മൂവ് കാർഡ്സ്. നമ്മളുടെ പ്രേക്ഷകരുടെ കറണ്ട് എനർജി എന്താണ്? കറണ്ട് എനർജി. Two of Swords, 8 of Cups, Emperor energy, Page of Pentacles, Justice. Okay, ആൻഡ് നമുക്ക് ബോട്ടം സ്റ്റാർ കാർഡാണ്. ഡെഫിനറ്റ്ലി നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്, അതിൻ്റെ അകത്ത് യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളുടെ എനർജി ട്രാൻസ്ഫോമിംഗ് ആണ്, വിച്ച് ഇസ് ഗുഡ്. നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നതിലും എത്രയോ മനോഹരമാണ്, എത്രയോ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവുന്നത്, അല്ലേ? ഇവിടെ നമുക്ക് മിക്സ്ഡ് എനർജിയാണ്, അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് എനർജികളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് നെഗറ്റീവ് എനർജികളും ഉണ്ട്. അതിൽ എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിനൊരു വിഷമത കൊണ്ട് നടക്കുന്നുണ്ട് ചിലരെങ്കിലും. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, അതുകൊണ്ട് ഒരുപാട് പേരുടെ എനർജികളുണ്ട്. അതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക. ഇവിടെ നിങ്ങളുടെ മനസ്സിന് ഒരുപാട് വിഷമത അനുഭവിക്കുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവ് തരുന്നുണ്ട്, അല്ലെങ്കിൽ മാനസികമായ ഒരു സംഘർഷം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അത് ശരിക്കും പുറത്തേക്കും ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്കും നിങ്ങളൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുമായിട്ടൊരു വഴക്കുണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് സംസാരമോ പ്രവൃത്തിയോ ഒക്കെ ഉണ്ടാകുന്നു, പെട്ടെന്നൊരു പൊട്ടിത്തെറി നിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ട്, അപ്പം അകാരണമായിട്ട് ഒരു കോപം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് പോലെ സംഭവിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ ചില വ്യക്തികൾക്കെങ്കിലും. അത് താൽക്കാലികമാണ്, അത് നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കിങ് ഓഫ് കപ്സിൽ നിന്ന് തുടങ്ങാം നമുക്ക്. യെസ്, നിങ്ങളുടെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോളിൽ നിർത്തണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായി വന്നിട്ടുണ്ട്. നിങ്ങൾ അൺനെസസറി ആയിട്ട് മറ്റൊരു വ്യക്തിയോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായ വ്യക്തികളാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. കാര്യം നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു, പക്ഷെ അവർ പല വ്യക്തികളും, അത് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിക്കുന്നവർ തന്നെ ആയിരിക്കാം, അവരുടെ വഴികൾ, അവർ ഉപദേശിച്ചു തരുന്ന വഴികൾ
അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്ത് തരുന്ന വഴികളൊന്നും നിങ്ങൾക്കൊരു ഗുണം ഇതുവരെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഇമോഷൻസിനെ ടാക്കിൾ ചെയ്യാനായിട്ട് പല രീതിയിലും സ്വന്തമായിട്ട് നിങ്ങളൊരു വഴി കണ്ടെത്തി. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഇതുപോലെ എടുക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ടാരോട്ട് റീഡിംഗ് ഒക്കെ കാണുന്ന വ്യക്തികളായിരിക്കാം. സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള സബ്ജക്റ്റുകൾ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ടായിരിക്കാം. സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, സൈക്കോളജിക്കലി കൺസൾട്ടിങ്സിന് വിധേയരായിട്ടുള്ളവരായിരിക്കാം. അങ്ങനെ ഒരു സഹായം, ഒരു ഹെൽപ്പ്, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ബാലൻസിൽ നിർത്താൻ, ഇമോഷൻസിന്റെ ഒരു അവസ്ഥ ബാലൻസിൽ നിർത്താൻ വേണ്ടി എഫേർട്സ് എടുത്തിട്ടുള്ള മനുഷ്യരാണ്. അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുള്ള മനുഷ്യരാണ്. അതായത് നിങ്ങളുടെ ഒരു പ്രോഗ്രസ്സിന് വേണ്ടി, നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ കിങ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസിലെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് ചില വ്യക്തികളെങ്കിലും. ഇത് അടുത്തതായിട്ട് എന്തിലേക്കാണ് ആ എനർജി ലീഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇവിടെ, യെസ്, നിങ്ങളുടെ പാഷൻസിന് വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. നിങ്ങളുടെ പാഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ഇവിടെ ചില വ്യക്തികൾക്കെങ്കിലും ഇത് ഒരു തിരിച്ചറിവും കൂടെയാണ്. എന്തിന്റെ തിരിച്ചറിവാണ്? ഞാൻ ഇത്രയും നാള് ജീവിച്ചിരുന്ന ഒരു രീതി എന്ന് പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയായിരിക്കാം, ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്, എനിക്കത് ഒരു തരത്തിലും സമാധാനമോ ലക്ഷ്യബോധമോ നേടിത്തന്നിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ ആയിരിക്കാം നിങ്ങൾ ചില വ്യക്തികൾക്കെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഗുണമാണ് തിരിച്ചറിവ്. അവയർനെസ് ആണ് ഒരു വ്യക്തിക്ക് ആദ്യം ഏറ്റവുമായിട്ട് ശക്തമായിട്ട് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആവുന്നുണ്ട് എങ്കിലും കൺഫ്യൂഷനിലുണ്ട് നിങ്ങൾ കുറേ പേര്. എന്താണ് ചെയ്യേണ്ടത്? അതാണോ ശരി? ഇതാണോ ശരി? ഞാൻ എന്ത് പ്രവർത്തിക്കണം? അത് ഒരു വലിയ തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്താണ്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത്, അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ളത്. അവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഏസ് ഓഫ് വാൻസിന്റെ ഒക്കെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് കേട്ട് വളർന്ന് പഴകിയ കാര്യങ്ങൾ ഹാബിറ്റായി മാറി, കണ്ടു വളർന്ന കാര്യങ്ങൾ, കണ്ടു വളർന്നത് അതേപോലെ പ്രവർത്തിക്കാനാണെങ്കിൽ അവർ തന്നെ ആയിട്ട് നിങ്ങളും ജനിച്ചാൽ പോരെ. നിങ്ങളെ എന്തിനാണ് വേറൊരു രൂപത്തില്, വേറൊരു ഭാവത്തില് ജനിപ്പിച്ചിട്ടുള്ളത്? വ്യത്യസ്തത അവിടെ ഉള്ളത് കൊണ്ടാണ്. ആ വ്യത്യസ്തതയെ എംബ്രേസ് ചെയ്യാൻ പഠിക്കൂ. നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയെ മനസ്സിലാക്കൂ. ആ ഇൻഡിവിജ്വാലിറ്റിയെ എംബ്രേസ് ചെയ്യാൻ പഠിക്കൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തോട്ട്സ് മറ്റൊരാളുടെ തോട്ട്സിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങളുടെ ആഗ്രഹം മറ്റൊരാളുടെ തോട്ട്സിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ആഗ്രഹത്തിന്റെ പുറകെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. ഇവിടെ സ്പെഷ്യലി നിങ്ങൾ ചില വ്യക്തികൾക്കെങ്കിലും നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. കാരണം ഇമോഷണലി നിങ്ങൾ കുറച്ച് ഡാമേജ്ഡ് ആണ്. ഇപ്പോൾ കുറച്ചൊരു ലോസിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എങ്കിൽ ആ ഒരു ലോസിനെ മറികടക്കാനും ഒക്കെ നിങ്ങൾക്ക് വർക്ക് ഫോക്കസ്ഡ് ആവുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക, അപ്ലിഫ്റ്റ് ചെയ്യുക, പുതിയ പുതിയ സബ്ജക്റ്റുകൾ പഠിക്കുക. ഇതുവരെ നിങ്ങൾ ചെയ്തിരുന്ന ഒരു കരിയറിൽ നിന്ന് വേറൊരു കരിയറിലേക്ക്, അത് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ്റിയ സമയമാണ്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് എല്ലാ രീതിയിലും ജോലിപരമായിട്ടുണ്ട്, ഫിനാൻസ് പരമായിട്ടുണ്ട്. ഫോക്കസ് അപ്പ് കൊടുക്കേണ്ടത് എവിടെയാണ്? അവിടെയാണ്. അതിനെന്ത് ചെയ്യണം? അറിവ് സമ്പാദിക്കണം, സ്കിൽസ് പോളിഷ് ചെയ്ത് വെക്കണം, കോൺഫിഡൻസ് നേടിയെടുക്കണം. എംപറർ എനർജിയാണ്. സെൽഫ് ഫോക്കസ്ഡ് ആവേണ്ട സമയമാണ്. റെസ്പോൺസിബിലിറ്റി, അവനവന്റെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി അവനവനാണ്. മറ്റുള്ളവരിൽ എന്തിനാണ് നിങ്ങൾ എക്സ്പെക്ടേഷൻസ് കൊടുക്കുന്നത്? തിരിച്ചും
മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസ് എന്തിനാണ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്നത്, പാടുപെടുന്നത് എന്തിനാണ്? നിങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുക. നിങ്ങൾക്ക് അത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. കാര്യം ആ എക്സ്പെക്ടേഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുക. എങ്ങനെയാണ് അത് ചെയ്യാൻ സാധിക്കുക? ത്രൂ ഹാർഡ് വർക്ക്, ത്രൂ കൺസിസ്റ്റൻസി. അത് കരിയറിലായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതിലായിരിക്കാം, നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസിൽ കൊണ്ടുവരുന്നതിലായിരിക്കാം. ഏത് തരത്തിൽ ഫോക്കസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇപ്പോൾ സമാധാനം ഉണ്ടാകുന്നത്, അവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സെൽഫ് ലവ് കൂടുതൽ വേണ്ട സമയം, സെൽഫ് ലവ് വേണം എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സ്വയം വേദനിപ്പിക്കുന്ന സെൽഫ് ലവ് അല്ല. അത് മര്യാദയോ മാനേഴ്സോ അല്ല. അത് സെൽഫ് സാബോട്ടാജ് ചെയ്യാണ് നിങ്ങൾ. അതുകൊണ്ട് എന്താണ്, കുറച്ചൊക്കെ സെൽഫിഷ് ആകുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ നല്ലത്. സെൽഫിഷ് ആകുക. നിങ്ങൾ എങ്ങനെയാണ് സെൽഫിഷ് ആകുന്നത്? എനിക്ക് വേണം, എൻ്റെ കാര്യം, എൻ്റെ ഇഷ്ടം, എൻ്റെ സന്തോഷം, എൻ്റെ മനസ്സമാധാനം, എൻ്റെ സക്സസ്, ഇതിനാണ് നിങ്ങളിപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എൻ്റെ ഫാമിലി, എൻ്റെ ഫിനാൻസ്, എൻ്റെ ലക്ഷ്യങ്ങൾ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഞാൻ എങ്ങനെ മാറാൻ സാധിക്കും, ഞാൻ എങ്ങനെ ലക്ഷ്യത്തിൽ എത്തിക്കാം എന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്നെ എങ്ങനെ മോൾഡ് ചെയ്യാം, എന്നെ എങ്ങനെ എനിക്ക് പോളിഷ് ചെയ്തെടുക്കാം, എന്നെ എങ്ങനെ പ്രസന്റബിൾ ആക്കാം, എന്നെ എത്രയും ഹയർ സെൽഫിലേക്ക് ഈസി ആയിട്ട് എങ്ങനെ എത്തിക്കാം. ദിസ് ഷുഡ് ബി യുവർ ഫോക്കസ്. കാരണം ഇവിടെ ഒരു മാസ്കുലൈൻ എനർജിയുടെ ഒരു നെഗറ്റീവ് എഫക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിഴലിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രോഗ്രസ്സിനെ ഒരു ഈഗോയിസ്റ്റിക്, ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിൽ കൂടി കടന്നു പോയിട്ട് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഇല്ലാത്ത ഒരു ചാലഞ്ച്, യഥാർത്ഥത്തിൽ ഈ ഒരു ചാലഞ്ച് ഉണ്ടാവേണ്ടതല്ല, പക്ഷെ നിങ്ങൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അതിൽ നിന്ന് മറികടക്കേണ്ടത് വളരെ അനിവാര്യമാണ്. യൂണിവേഴ്സൽ ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവേണ്ടത്. കാരണം എന്താണ്, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോഴേ മാത്രമേ സൊല്യൂഷന് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുള്ളൂ. ആ സൊല്യൂഷൻ ആണ് ജസ്റ്റിസ് ആയിട്ട് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ് നടക്കുന്നുണ്ട്. ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. സോളാർ പ്ലെക്സസ് ചക്ര സ്ട്രോങ്ങർ ആക്കുക, കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക, കൺസിസ്റ്റൻസി കൊടുക്കുക, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ചാലഞ്ചസിനെ മറികടക്കാനുള്ള സർട്ടനിറ്റി കൊണ്ടുവരിക, ഉറപ്പ് കൊണ്ടുവരിക. അതിനെന്താണ് വേണ്ടത്? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നാദ്യം ഐഡന്റിഫൈ ചെയ്യുക. ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. അത് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഡു നോട്ട് എക്സ്പെക്ട് ദാറ്റ് സപ്പോർട്ട്. നിങ്ങൾ നിങ്ങളുടെ മോട്ടിവേറ്റർ ആവേണ്ട സമയമാണ്. നിങ്ങൾക്ക് അതിനെല്ലാം സാധിക്കുന്ന ഒരു എനർജി ഉണ്ട്. നമ്മള് രാമായണത്തില് ഹനുമാന്റെ സ്റ്റോറി നമ്മൾ പറയും. സീതാന്വേഷണ സമയത്ത് ലങ്കയിലേക്ക് എത്തിപ്പെടാനായിട്ട് കടൽ കടക്കണം. എന്നാൽ ഈ 100 യോജനയാണ് ഈ കടല് ദൂരം അളർന്നിട്ടുള്ളത്. അപ്പൊ പല വാനരന്മാരും പറയും 80 ആണെങ്കിൽ എനിക്ക് പറ്റും, 90 വരെ എനിക്ക് പറ്റും, 60, 70 ഇതൊക്കെ എനിക്ക് പറ്റും, എന്നാൽ 100 എനിക്ക് പറ്റില്ല. അപ്പൊ ജാമ്പവാൻ പറയുന്നുണ്ട് ഹനുമാനോട്, ഇതിലൊന്നിലും പറ്റുമെന്ന് പറയാതെ മാറി നിൽക്കുകയാണ് ഹനുമാൻ. ആ ഹനുമാനോട് പറഞ്ഞു, നിനക്കാണ് സാധിക്കുന്നത്, നിനക്ക് മാത്രമാണ് സാധിക്കുക. എന്തുകൊണ്ടാണ്? നിന്റെ കഴിവിനെ കുറിച്ച് നിനക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ്. നീ പവർഫുൾ ആണ്. ബാല്യകാലത്തില്, ചെറുപ്പത്തില് സൂര്യനെ കണ്ട് മധുരമുള്ള പഴമാണ് എന്ന് വിചാരിച്ച് സൂര്യനെ വിഴുങ്ങാൻ ചാടി പുറപ്പെട്ടവനാണ് നീ. അങ്ങനെയുള്ള നിന്റെ കഴിവ് നീ മറന്നുപോയത് കൊണ്ടാണ് നിനക്കിപ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കാത്തത്. ഇതൊരു കഥയല്ല, ഇത് നമ്മളിൽ എല്ലാവരിലും നടക്കുന്ന ഒരു ഇമോഷനാണിത്. എന്താണ്? നമ്മളുടെ ബലം പലപ്പോഴും നമ്മളുടെ ടാലന്റ്, നമ്മളുടെ സ്കില്ല്, നമ്മുടെ കഴിവ്, നമ്മുടെ വേർത്ത്, നമ്മൾ എന്താണെന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ അവബോധമില്ലാത്തവരായിട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ വളർന്നു കഴിഞ്ഞാൽ എവിടെ എത്താം എന്ന് ബോധ്യമുള്ള ചിലരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം നിങ്ങൾ എന്താണെന്നുള്ള ബോധത്തിൽ നിന്ന്
നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവര് അവരെന്താണ് എന്നുള്ള ഒരു അന്വേഷണത്തിൽ നിങ്ങൾ എന്താണ് എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ മറന്നുപോയിട്ടുള്ളവരായിരിക്കാം, കഴിവില്ലാത്തവരായിരിക്കാം. അതുകൊണ്ട് ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ വർത്ത് നിങ്ങൾ ഇനിയെങ്കിലും സ്വയം തിരിച്ചറിഞ്ഞിട്ട്, എതിർപ്പുകൾ ഉണ്ടാവാം, പക്ഷെ ആ ചാലഞ്ചിനെ മറികടന്ന്, ഈ എതിർപ്പുകൾ എന്ന് പറയുന്നത് പലപ്പോഴും മുഖത്ത് നോക്കി നീ അത് ചെയ്യരുത് എന്നായിരിക്കില്ല പറയുന്നത്. വളരെ മൈന്യൂട്ടായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള എതിർപ്പുകളായിരിക്കും, സബ്റ്റിലായിട്ടുള്ള എതിർപ്പുകളായിരിക്കും. സപ്പോർട്ട് ചെയ്യാതെ മാനസികമായി തളർത്തുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടൊക്കെ അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ ചുറ്റുമുള്ളവർ, നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങൾ ഉള്ള സാഹചര്യങ്ങളായിരിക്കാം, അറിഞ്ഞു അറിയാതെയും ഉരുത്തിരിഞ്ഞു വരുന്ന എതിർപ്പുകളാണ്. ആ എതിർപ്പുകൾ അവിടെ ഉണ്ട്, തടസ്സങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ആദ്യപടി വിജയത്തിലേക്കുള്ളത്. ഈ തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ അത് ഓവർകം ചെയ്യാൻ സാധിക്കുള്ളൂ. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക? എതിർപ്പില്ലല്ലോ, പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത? എന്നെ കൊണ്ട് കഴിവില്ലാഞ്ഞിട്ടാണ്. അങ്ങനെയല്ല, കഴിവ് നിങ്ങൾക്കുണ്ട്, എവിടെയോ എതിർപ്പുണ്ട്, അത് കണ്ടുപിടിക്കണം. അതായത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് ഒരു വില്ലൻ. ആ വില്ലനെയാണ് നിങ്ങൾ തരണം ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ ഒരു സാഹചര്യമായിരിക്കാം, അത് ഈ കണ്ടീഷൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ മനസ്സായിരിക്കാം, അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. അവരുടെ ഒരു സ്വഭാവ രീതികൾ കൊണ്ട്, ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഒരു ടോക്സിസിറ്റി, ഒരു എതിർപ്പ് അത് നിങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്, ശരിക്കും ഇവിടെ കാർഡ്സ് വന്നിട്ടില്ല, പക്ഷെ എനിക്ക് കാണാൻ സാധിക്കുന്നത് 8 ഓഫ് സ്വാർഡ്സിന്റെ എനർജി. എന്താണത്? ഇല്ലാത്ത ബന്ധനം ഉണ്ടെന്ന് തോന്നിപ്പിച്ച് നിങ്ങളെ നിങ്ങളുടെ ചട്ടക്കൂടിൽ തളച്ചിടുന്ന എനർജി. അത് തരണം ചെയ്യണം. അതാണ് വില്ലൻ. ആ വില്ലനെ കണ്ടെത്തിയാൽ നിങ്ങളുടെ 90% ജീവിത വിജയം നിങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. ഐഡന്റിഫൈങ് ദ വില്ലൻ ഓഫ് യുവർ ലൈഫ്. അത് നിങ്ങളുടെ മനസ്സ് പോലും ആയിരിക്കാം. ഇത് കണ്ടെത്തണം. ഇത് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കർമ്മങ്ങൾ എത്രത്തോളം നന്മയുള്ളതാണ് എന്നതനുസരിച്ച് നിങ്ങൾക്കിത് എത്രയും നേരത്തെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് ഒരു ഹെൽപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് നിങ്ങളുടെ ആഗ്രഹത്തിൽ, അത്രയും സ്ട്രോങ് ആയിട്ട് യൂണിവേഴ്സ്, അത്രയും ഫാസ്റ്റ് ആയിട്ട് യൂണിവേഴ്സ് ആ ഹെൽപ്പ് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് തരും. ആഗ്രഹിക്കണം അതിന് വേണ്ടിയിട്ട്. നിസ്സഹായരായി നിന്നുകൊണ്ടല്ല, പൊരുതാൻ തയ്യാറായി നിന്നുകൊണ്ടാണ്. ജീവിതം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ്. പക്ഷെ അതിൽ തരണം ചെയ്യേണ്ടി വരുന്ന ചലഞ്ചോ അതും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എടുക്കണം. അത് സന്തോഷത്തോടെയാണ്, സ്നേഹിച്ചുകൊണ്ട് ആ ചലഞ്ചിനെ മറികടക്കണം. എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര രസമാണ് ഈ ജീവിതം എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ ഈ ഒരു വില്ലന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. ശരിക്കും നിങ്ങളിൽ സെൽഫ് ഡൗട്ട്സ് ഉണ്ടാവുക, സ്വയം സംശയിക്കുക, അവനവന്റെ കഴിവുകളിൽ സംശയിക്കുക, പേടി ഉണ്ടാവുക, മുന്നോട്ട് പോകാൻ, ഒറ്റപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും, എല്ലാം ഇവിടെ കൊണ്ട് തീർന്നു, എനിക്ക് ഹോപ്പില്ല, സ്ട്രെസ് ഉണ്ടാവുക, ആങ്സൈറ്റി, ടെൻഷൻ, ഡിപ്രഷൻ, നിങ്ങളുടെ ലക്ഷ്യം മറന്നു പോവുക, നിങ്ങളുടെ ലക്ഷ്യം ഡിസോൾവ് ആയി പോവുക, ഇതൊക്കെ ഈ വില്ലന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. അതിന് പൊരുതാനുള്ള ആർജവം ഉണ്ടായിരിക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ഡിപ്രസീവ് ഫേസിൽ കൂടി എപ്പോഴെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, ആങ്സൈറ്റിയോ ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും അല്ല ഞാൻ പറയുന്നത്, ഒരു ഡിപ്രസീവ് ഫേസിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഓർത്തു വെച്ചോളുക, നിങ്ങളുടെ ജീവിതം മാജിക്കലി മിറാക്യുലസ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ പോവാണ്. ജീവിതത്തിൽ ഇനി ഭയങ്കര നന്മ, ഭയങ്കര വിജയം വരാൻ പോവുകയാണ്. അതിനുവേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ യൂണിവേഴ്സ് കൊണ്ട് തന്നിരിക്കുന്നതാണ് ഈ ഡിപ്രസീവ് ഫേസ്. നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ
നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ മുന്നോട്ട് വലിയ എന്തോ വിജയം വരാനിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ. കാര്യം ഇങ്ങനെ നിങ്ങൾ ഡൗൺ ആയി പോയാൽ മാത്രമേ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതിൽ നിന്നും താഴെ പോയാൽ മാത്രമാണ് അവിടുന്ന് ഉയരാൻ നിങ്ങൾ ശ്രമിക്കുള്ളൂ. ഉദാഹരണം പറയാം, നിങ്ങൾക്ക് എത്തേണ്ട ഒരു ലെവലുണ്ട്. ആ ലെവലിലും ഒരു 10 പടി താഴെ നിങ്ങൾ ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അവിടെ വളരെ സേഫ് ആയിട്ട് ഇരിക്കുകയാണ്. എനിക്ക് എത്തേണ്ടത് 10 പടി മുകളിൽ ചവിട്ടി അവിടെയാണ് എൻ്റെ ലക്ഷ്യം ഇരിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര മെനക്കേടാണല്ലോ, ഭയങ്കര ഹാർഡ് വർക്ക് ആണല്ലോ, ബുദ്ധിമുട്ടാണ്. ആ 10 പടി എന്ന് പറയുന്നത് കയറാനായിട്ട് 10 ജന്മം വേണം. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. കംഫർട്ട് സോൺ അല്ലേ ഇവിടെ എനിക്ക് വേണ്ട ബേസിക് എല്ലാം കിട്ടുന്നുണ്ട്. എനിക്ക് ആഹാരം കിട്ടുന്നുണ്ട്, എനിക്ക് വസ്ത്രം കിട്ടുന്നുണ്ട്, ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ ജീവിച്ചു പോകുന്നുണ്ടല്ലോ. അപ്പം പ്രകൃതി എന്ത് ചെയ്യും? നിങ്ങളെ ആ 10ാമത്തെ പടിയിൽ നിന്ന് ഉന്തിത്തള്ളി താഴോടിടും. അത് വീഴുന്നത് ഒരു കുഴിയിലായിരിക്കും, ഒരു ടണലിലായിരിക്കും, ഒരു കുഴി. കഷ്ടിച്ച് വെളിച്ചം മാത്രമേ ഉള്ളത്. ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഇനി നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ പല രീതിയിലും അന്വേഷിക്കും ഇവിടെ നിന്ന് എങ്ങനെ കടക്കാം പുറത്ത്. അതിന് വേണ്ട ഉള്ളിലുള്ള അവസാന ശ്വാസം വരെ എടുത്ത് നിങ്ങൾ പൊരുതും. കാര്യം അവിടെ നിങ്ങൾ ഒറ്റയ്ക്കാണ്. അവിടെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ കുഴിയിൽ നിന്ന് ഉയർന്നു വരാൻ ശ്രമിക്കും. ആ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആദ്യം ശ്രമിക്കും, കുറച്ച് പൊങ്ങി വരും, വീണ്ടും പ്രകൃതി നമ്മൾ ഇടിച്ചിടും. കാര്യം ഇത്രയും പോരാ, നീ ഇത്രയും ചെയ്താൽ പോരാ, യു ഹാവ് ടു വർക്ക് ഹാർഡർ. നിങ്ങൾ വീണ്ടും അതിലും ശക്തിയായി പൊരുതും, കുറച്ചുകൂടെ മുകളിലേക്ക് വരും. ഇത് കറക്റ്റാണ്, ഇനി ഇത് മതി എന്ന് വിചാരിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ വീണ്ടും ഇടിച്ച് അതിലും താഴേക്കിടും. അപ്പൊ തോന്നും, ഞാൻ ഇത്രയും ചെയ്തിട്ടും എനിക്കൊരു ഉയർച്ച ഉണ്ടാവുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? നീ ഇനിയും വർക്ക് ചെയ്യണം, നീ ഇതിലും കൂടുതൽ പൊരുതാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? തളർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പൊരുതേ പറ്റൂ. നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇനി മരണമാണ് അല്ലെ. അപ്പൊ രക്ഷപ്പെടാൻ ഇനിയും ശ്രമിക്കണം. കൂടുതൽ കൺസിസ്റ്റൻസി, കൂടുതൽ ഹാർഡ് വർക്ക്, വേറെ ഒന്നിലും പിന്നെ ഫോക്കസ് ഇല്ല, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ നിരന്തരമായ നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, ആ നിസ്സഹായതയിൽ നിന്ന് ഉണ്ടാകുന്ന ആർജവം, അവിടെ നിന്ന് നിങ്ങൾ എത്തുകയാണ് 10ാമത്തെ പടിയിലേക്കല്ല. ആ 10ാമത്തെ പടിയിൽ നിന്ന് നിങ്ങൾ അടുത്ത 10 പടിയും കടന്ന് നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക്, നിങ്ങളുടെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുക. ഈ ജേർണി ഈസി ആയിരുന്നോ? ഒട്ടുമല്ല, ഏറ്റവും ടഫാണ്. പക്ഷെ അവസാനം നിങ്ങൾ എത്തിയ റിസൾട്ട് എന്താണ്? നിങ്ങൾ എവിടെയാണോ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കംഫർട്ട് സോണിൽ ഇരുന്നത്, ആ ബുദ്ധിമുട്ടിൽ നിങ്ങളുടെ ഫൈനൽ റിസൾട്ടിൽ നിങ്ങൾ എത്തി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. വളരെ സമാധാനം, വളരെ പീസ്, വളരെ പവർഫുൾ, വളരെ സ്ട്രോങ്ങർ ആയിട്ട് നിങ്ങൾ എത്തുകയാണ്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ഒരു സമയം വേണ്ട ആർജവം എന്ന് പറയുന്നത്. അതിന് നിങ്ങളെ തളർത്താൻ നിങ്ങൾ ഒരാളെയും അനുവദിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. കാരണം എല്ലാ സോളുകളും തുല്യരാണ്. സോള് ജെൻഡർ ന്യൂട്രൽ ആണ്, ഒരു ജെൻഡർ ഒന്നും സോളിനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വ്യത്യാസങ്ങൾ ആത്മാവിന് അറിയില്ല. എല്ലാവരും തുല്യരാണ്, പ്രകൃതിയുടെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. നമ്മുടെ ജീവിത രീതികളിലാണ് ആ വ്യത്യസ്തതയുള്ളത്. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കള്, നമ്മൾ പറയും മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ളത് വേണം, ഇല്ല എന്നല്ല. ഈ ഒരു ഭൂമിയിൽ, ഈ ഒരു ജന്മത്തിൽ നിങ്ങളെക്കാട്ടിലും എക്സ്പീരിയൻസ് അവർക്കാണ്. പക്ഷേ നിങ്ങളുടെ ആത്മാവ് ഒരു പക്ഷേ അവരുടെ ആത്മാവിനെക്കാട്ടിലും ഒരു 1000-ഓ 5000-ഓ വർഷം മുൻപ് ജന്മം എടുത്തിട്ടുള്ള ഒരു ആത്മാവായിരിക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവാണ് അവരെ കാട്ടിലും പ്രായമുള്ളത്. നിങ്ങളുടെ മാതാപിതാക്കളെക്കാട്ടിലും പ്രായമുള്ള ഒരു വ്യക്തി നിങ്ങളായിരിക്കാം, ഒരു ആത്മാവ് നിങ്ങളായിരിക്കാം. അപ്പൊ എന്താ വേണ്ടത്? അവര് നിങ്ങളെ ബഹുമാനിക്കണം അല്ലെ. നമ്മൾ ആ മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ള ഒരു അജണ്ടയിലാണ് ജീവിക്കുന്നതെങ്കിൽ തിരിച്ചവരെ നിങ്ങളെയും ബഹുമാനിക്കണം. പക്ഷെ അവിടെ എന്താണ്? അറിയുന്നില്ല, നിങ്ങളാണ് അവരെക്കാട്ടിലും മുതിർന്നത് എന്ന് അവർ അറിയുന്നില്ല. അറിവില്ലായ്മയുടെ വെളിച്ചത്തിൽ ബഹുമാനം ലഭിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ എല്ലാവരെയും ഈക്വലി റെസ്പെക്ട് ചെയ്യണം എന്നുള്ള തിയറിയിൽ വിശ്വസിക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ എന്താണ്? കർമ്മ ക്രിയേറ്റ് ചെയ്യാണ്. അതൊരു കൊച്ചുകുട്ടി മുതൽ പ്രായമായ വ്യക്തികളെ
യൂണിവേഴ്സിന്റെ മുന്നിൽ, ഡിവൈന്റെ മുന്നിൽ എല്ലാവരും തുല്യമാണ്. മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേർതിരിവുകൾ, ബൗണ്ടറികളൊന്നും അവിടെ ഇല്ല. ജാതിയില്ല, മതമില്ല, പൈസയുടെ വിവേചനമില്ല, പദവിയുടെ വിവേചനമില്ല, ജെൻഡറിന്റെ വിവേചനമില്ല. തുല്യതയാണുള്ളത്. അതുകൊണ്ടാണ് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നമ്മൾ കൊടുക്കൂ, തിരിച്ചു വാങ്ങിക്കൂ. അതല്ലാതെ വേണം 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 എന്ന് മാത്രമല്ല, കൊടുക്കുക, തിരികെ ലഭിക്കും. അവയർനെസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്നു. അവിടെ നിങ്ങളുടെ വിജയം ഡെഫിനറ്റ്ലി തുടങ്ങുകയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാം. നമുക്കിനി കൂടുതൽ ഗൈഡൻസ് കൂടെ നോക്കാം. ഓക്കെ, യൂണിവേഴ്സിന് കൂടുതലായിട്ട് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സറണ്ടർ. യെസ്, ഡിവൈനിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ലെസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് അഗെയിൻ 2 ആണ് വന്നിരിക്കുന്നത്. ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് നിങ്ങളെ തന്നെ ഡിവൈനിൽ സറണ്ടർ ചെയ്യുക. എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതെ വെറുതെ കസേര കയറി ഇരുന്നിട്ട് ഞാൻ എല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്തു എന്നല്ല. നിങ്ങളുടെ ലക്ഷ്യത്തെ കുറിച്ചും ഒക്കെ ഒരു ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശ്രമം നിർത്താതിരിക്കുക, ട്രൈ ചെയ്യുക. ട്രൈയിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രമം നടത്തുക. അതിന് റിസൾട്ട് എന്ന് പറയുന്നത് ഡിവൈൻ എപ്പോൾ തരുമോ അപ്പോഴാണ് ഞാൻ അത് റിസീവ് ചെയ്യാൻ പ്രിപ്പയർ ആകുന്നത് എന്ന് ഉള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. അവിടെയാണ് സറണ്ടറിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കോൺസെൻട്രേഷൻ ആൻഡ് നമുക്ക് 1 more കാർഡ് എടുക്കാം. എൻലൈറ്റ്മെന്റ്. വാവ്. ക്രൗൺ ചക്ര. നിങ്ങൾക്ക് ഡിവൈൻ്റെ വളരെയധികം ബ്ലെസ്സിങ് ഉണ്ട് എന്ന് തന്നെയാണ്. കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. അതായത് അവയർനെസ്സും ഫോക്കസും ഒന്നിച്ചാണ് നിങ്ങൾക്ക് വേണ്ടത്. കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ ബ്രീതിങ് എക്സസൈസസ് ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്. മെഡിറ്റേഷൻ ഡെയിലി ഒരു 15 minutes എങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ മാറ്റിവെക്കുക. ഇത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടുന്നതാണ്. ഒരു കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഒരു കോൺഷ്യസ്നെസ്, അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയം തന്നെയാണ് ഇപ്പോൾ. കോൺഷ്യസ് ആക്ഷൻ ആണ് എടുക്കേണ്ടത്. ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ള കൃത്യമായ അവബോധത്തോടു കൂടി അത് ചെയ്യുക, ഓരോ പ്രവൃത്തിയും. എന്നിട്ട് അതിന് എഫേർട്ട് കൊടുക്കുക. എൻ്റെ ലക്ഷ്യം ഇതാണ്, ഞാൻ അതിനു വേണ്ടി ഇത്ര രീതിയിൽ പ്രവർത്തിക്കും, പ്രയത്നിക്കും എന്നുള്ള കോൺഷ്യസ് എഫേർട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇത് എന്തിനു വേണ്ടി തുടങ്ങി എന്നുള്ളത് എപ്പോഴും മറക്കാതിരിക്കുക. ഇതെനിക്കിവിടെ കൂടുതലായിട്ടും നിങ്ങളുടെ ജോലിപരമായി ഒരുപാട് പ്രോഗ്രസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങളൊരു സംരംഭമൊക്കെ തുടങ്ങാൻ പോകുന്ന വ്യക്തിയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിൽ ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ സ്പെഷ്യലി ഇവിടെ പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഈ ബുക്ക് പബ്ലിഷിങ്ങിലൊക്കെ നിൽക്കുന്നവർക്ക്, അതുപോലെ തന്നെ ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കും അറിവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഇവിടെ ഒരു വ്യാഴത്തിന്റെ ഒരു എനർജി, ഒരു ബുധന്റെ ഒരു എനർജി ഒക്കെയാണ്. ഒരു ക്രിയേറ്റീവ് ഫീൽഡുകളിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ വളരെയധികം പോസിറ്റീവ് റിസൾട്ട് ഈൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു കോൺസെൻട്രേഷന്റെ ഒരു കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്. യൂണിവേഴ്സ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്ത് ലക്ഷ്യമാണ്? അത് ചില വ്യക്തികൾക്ക് ഒരു പുതിയ ജോലി നേടണമെന്നുള്ളതായിരിക്കാം. ചില വ്യക്തികൾക്ക് സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടണം എന്നുള്ളതായിരിക്കാം. ഒരൊറ്റ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടി ഇപ്പോൾ ബാക്കിയെല്ലാം ബ്ലർ ആയി പോവേണ്ട സമയം. നിങ്ങൾ ചുറ്റുമുള്ളതൊന്നും കാണണ്ട, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം കണ്ടാൽ മതി. അർജുനൻ അമ്പ ചെയ്യുന്ന സമയത്ത് ഗുരു ചോദിക്കുകയാണ്, ദ്രോണാചാര്യര് ചോദിക്കുകയാണ്, നീ എന്താണ് കാണുന്നത്? ബാക്കിയുള്ളവരോടെല്ലാം ഇതേ ചോദ്യം ദ്രോണാചാര്യർ ആവർത്തിച്ച് ചോദിച്ചു. ദുര്യോധനനോട് ചോദിച്ചു, യുധിഷ്ഠിരനോട് ചോദിച്ചു, നകുലനോട്, സഹദേവനോട്, എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് പലതാണ്. എനിക്ക് ഇല കാണാം, തത്തയെ കാണാം, ആടുന്ന തത്തയെ കാണാം, ആകാശം കാണാം, എല്ലാം. ദ്രോണാചാര്യ പറഞ്ഞു, നിങ്ങൾ ആരും അമ്പ ചെയ്യണ്ട. അർജുനൻ വന്നു, അദ്ദേഹം ചോദിക്കുകയാണ്, നീ എന്താണ് കാണുന്നത്? എനിക്ക് തത്തയുടെ കണ്ണ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ, വേറൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്.
അതാണ് ലക്ഷ്യവും. കൊടുത്തിരുന്ന ലക്ഷ്യം, എയിം അതായിരുന്നു. മരത്തിൽ കൊത്തിയ ഒരു തത്തയുണ്ട്. ആ കിളിയെ മരത്തിൽ കെട്ടി ഇങ്ങനെ ആടുകയാണ്. ആ കണ്ണിലേക്ക്, ആ ആടുന്ന തത്തയുടെ കണ്ണിലേക്ക് അമ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക്. ലക്ഷ്യം അതായിരുന്നു. അർജുനൻ പറയാൻ, എനിക്ക് അതല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഗുരു പറയാണ്, യെസ്, നീയാണ് അമ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ലക്ഷ്യം ഭേദിക്കുകയാണ് ചെയ്യുന്നത്. ആ കോൺസെൻട്രേഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത്. ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു ടീം വർക്ക് ഒക്കെ ചെയ്യുന്ന സമയമാണെങ്കിൽ അവർ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ തിരിച്ച് അവരെയും ട്രീറ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവരോട് ഈ സമയം നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നിങ്ങൾ ആരാകും എന്നുള്ളതിനെ ഇവിടെ നിർണ്ണയിക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എൻലൈറ്റ്മെന്റ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ 9 ആണ്, ഇവിടെ 27 അഗെയിൻ 9 ആണ്. 9 is a number of luck, enlightenment, wisdom and blessings. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ്. വളരെ പോസിറ്റീവാണ്, വളരെ പോസിറ്റീവാണ്. മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ ലക്ഷ്യം ഭേദിക്കാൻ സാധിക്കില്ല. എന്നാൽ ആ ചെറിയ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വിജയം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഫിനാൻസ് നേടിയെടുക്കുന്നതിലാണെങ്കിലും സമാധാനം നേടിയെടുക്കുന്നതിലാണെങ്കിലും എന്തിലും. ഇതിൽ ഒരുപാട് ക്രിയേറ്റീവ് തിങ്കിങ് വരുന്ന സമയമാണ്. പല രീതിയിലുള്ള പെർസ്പെക്റ്റീവ്സ് വരുന്ന സമയമാണ്. ആർട്ട് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡിസൈൻ ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെയധികം ഗുണമുള്ള സമയമാണ്. ഈവൻ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെയധികം ഗുണമാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സമയമാണ്. അതായത് നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, വെൽ ബീയിങ് നിങ്ങൾക്ക് ഇപ്പോൾ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഈറ്റ് ക്ലീൻ. ഇത് ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒരു വെജിറ്റേറിയൻ ഫുഡ് സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എനർജി വളരെയധികം യൂസ്ഫുൾ ആക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത്, നമ്മൾ ഈറ്റ് ക്ലീൻ, നമ്മളുടെ മനസ്സിലേക്ക്, നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഫ്യൂവലാണ്. ആ ഫ്യൂവല് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നന്നാവും, നമ്മുടെ പ്രവൃത്തി നന്നാവും, നമ്മളുടെ ആരോഗ്യം നന്നാവും, നമ്മളുടെ റിയാലിറ്റി എല്ലാം നന്നാവും. ഉദാഹരണത്തിന് ഇപ്പം നമ്മളുടെ കാറിൽ നമ്മൾ പെട്രോൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുകയാണ്. അത് കരടുള്ള കുറേ ഫ്യൂവലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? എൻജിൻ കേടാവും, അല്ലെ, തകരാറ് സംഭവിക്കും എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഫോമാണ് ഫ്യൂവലിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അത്രയും പ്യൂരിറ്റി നിങ്ങളുടെ ശരീരത്തിന്റെ ഫ്യൂവൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് തന്നെയാണ്. കാരണം നിങ്ങൾ എന്ത് ഫീഡ് ചെയ്യുന്നു അതുപോലെയാണ് നിങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരോട് എതിർപ്പല്ല, കഴിക്കുന്നത് തെറ്റുമല്ല, പക്ഷെ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സമാധാനവും ഇല്ല, നിങ്ങൾക്ക് സ്പിരിച്വലി ഇൻഡ്യൂഷൻ ഇല്ല. ഒരുപാട് പേര് വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നിങ്ങൾ അതല്ലേ നിങ്ങളിലേക്ക് ഫീഡ് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നത്. നിങ്ങൾ രാജസിക് താമസിക് ഫുഡ്സ് അല്ലേ കഴിക്കുന്നത്. അപ്പൊ സാത്വിക് തോട്ട്സ് വരണം എന്ന് വിചാരിച്ചാൽ എങ്ങനെയാ നടക്കുക? അപ്പൊ അത് നിങ്ങളുടെ കയ്യിലാണ് ഇതിന്റെ എല്ലാം താക്കോലുള്ളത്. അത് മനസ്സിലാക്കുക ഈ സമയത്ത്. അതുപോലെ തന്നെ വളരെയധികം ലക്ഷറി നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ഉള്ളൊരു ബ്ലെസ്സിങ്ങും ഉണ്ട്. ജീവിതം അങ്ങോട്ട് ആസ്വദിക്കാനുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ഈ ജീവിതം ആസ്വദിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്? നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്, അല്ലെ? നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് എന്ത് കിട്ടിയിട്ട് നമുക്ക് എന്താ അത് ലോങ് ലാസ്റ്റിംഗ് ആണോ? അല്ല. ഭാഗ്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഉപയോഗപ്രദമാക്കിയാൽ ഒരാൾക്ക് അവന്റെ ഭാഗ്യം കൊണ്ട്, ഭാഗ്യം എന്ന് പറയുമ്പോൾ ഞാൻ പല എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ കാണുമ്പോഴാണ്. പക്ഷെ അവൻ ഈ ഭാഗ്യം നേടിയെടുക്കാൻ അവന്റെ പാസ്റ്റ് ലൈഫുകളിൽ അഹോരാത്രം അവൻ പരിശ്രമിച്ചതിന്റെ റിസൾട്ട് അവനിപ്പോൾ കിട്ടിയതാണ്. അപ്പൊ അങ്ങനെ
ഈ ജന്മത്തിൽ ഒരു ലക്കി ഡ്രോ ഒക്കെ വിൻ ചെയ്തു, ഭാഗ്യക്കുറിയൊക്കെ കിട്ടി, അവനൊരു 10 കോടി രൂപയൊക്കെ അവന് കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ അവൻ ഈ ജന്മത്തിൽ ഈ ഭാഗ്യം കൊണ്ട് അവനത് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത രീതിയിൽ ദൂർത്തടിച്ച് ധാരാളിത്തം കാണിച്ച് വിവരമില്ലായ്മ കൊണ്ട് അവൻ അത് നശിപ്പിച്ചു. 5 വർഷം കഴിഞ്ഞ് അവന്റെ കയ്യിൽ ഒന്നുമില്ല, വട്ടപൂജ്യമായി. അനുഭവിക്കാൻ പറ്റുമോ ഇല്ലയോ? ജീവിതം ആസ്വദിക്കാൻ ഇനി പറ്റുമോ ഇല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കുക, പ്ലാൻ ചെയ്ത് അവനവന് വേണ്ടി കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ബോട്ടം എനർജിയും ഹീലിംഗ് ആണ് വന്നിരിക്കുന്നത്, അതും 9 ആണ്. ഇത് 9ന്റെ ഒരു പ്ലേ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വളരെയധികം സ്പിരിച്വൽ സ്ട്രെങ്ത് ഉള്ളവരാണ്, അത് നിങ്ങൾ ഇപ്പൊ ആക്ടിവേറ്റ് ആക്കേണ്ട സമയമാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. സ്പിരിച്വാലിറ്റി നിങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിങ് കൊണ്ട് യൂണിവേഴ്സുമായിട്ടൊക്കെ നിങ്ങൾ അലൈൻഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. മേക്ക് ഷുവർ ടു യൂസ് ദം. ഓക്കെ, നമുക്ക് കുറച്ച് ഗൈഡൻസും കൂടെ നോക്കാം. കൂടുതലായിട്ട് നിങ്ങൾ അറിയേണ്ടത് എന്താണ് നമുക്ക് നോക്കാം. ഡിഗ്നിഫൈഡ് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്, 4. ഓക്കെ, സ്റ്റെബിലിറ്റി, ജൂപ്പിറ്റർ. യെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇവിടെ എനിക്ക് ജൂപ്പിറ്ററിന്റെ എനർജി ഫീൽ ചെയ്യുന്നു അല്ലേ. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ആൻഡ് 6th ഹൗസ് സസ്റ്റൈനബിലിറ്റി, ഇതും നമ്മൾ പറഞ്ഞിരുന്നു. ഈ 6th ഹൗസ് എപ്പോഴും നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഡെയിലി ലൈഫ്, റുട്ടീൻ ലൈഫുമായിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ എനിമി ഹൗസും കൂടെയാണ് 6th ഹൗസ്. നമ്മൾ ഓൾറെഡി ഒരു വില്ലൻ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, അതിനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ആ സംസാരിച്ചിരുന്ന എനർജി തന്നെയാണ് ഇവിടെ വരുന്നത് വീണ്ടും. സോ ദിസ് ഇസ് എ ഡബിൾ കൺഫർമേഷൻ. ഇതിനെ നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് തന്നെ മനസ്സിലാക്കുക, വിലയിരുത്തുക. ഈ ഒരു സ്ട്രെങ്ത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഹോം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫൗണ്ടേഷൻ, നിങ്ങളുടെ അടിത്തറയിലാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെങ്ത് വേണ്ടത്. നിങ്ങളുടെ ഇമോഷൻസിൽ, നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള ഒരു ഇക്വേഷനിൽ അതൊന്ന് വിലയിരുത്തുക, അതെങ്ങനെയാണെന്നുള്ളത്. അവിടെ പാകപ്പിഴകളുണ്ടോ എന്ന് ചിന്തിക്കുക, അമ്മയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നോ. അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസ്, ജനറേഷൻ ഗ്യാപ്സ്, ഇതൊക്കെ ഉണ്ടോ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഒന്ന് തിരുത്തേണ്ട സമയം. പൊതുവെ നിങ്ങളുടെ വീട്, അതുപോലെ വാഹനം ഉപയോഗിക്കുന്ന സമയത്തൊക്കെ കോൺഷ്യസ് ആയിട്ട് വാഹനം, ചില വ്യക്തികൾക്ക് ലക്ഷറീസ് ആയിട്ടുള്ള വാഹനം വാങ്ങിക്കാനും അതല്ലെങ്കിൽ പുതിയൊരു വീട് പണിയാനും ഒക്കെ ഉള്ള സമയമാണിത്. വ്യാഴം നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്പിരിച്വാലിറ്റി, വിസ്ഡം, ബ്ലെസ്സിങ്, വാട്ട് നോട്ട്. നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യുന്നു അത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന എനർജി. അപ്പൊ നല്ല കാര്യമാണെങ്കിൽ അത് എക്സ്പാൻഡ് ആവും. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സമയമാണ്, അത് എക്സ്പാൻഡ് ആവും. അതേസമയം നിങ്ങൾ നെഗറ്റീവ് ഇമോഷൻസിന് മൈൻഡിൽ ഫീഡ് ചെയ്യുന്നെങ്കിൽ ആ നെഗറ്റിവിറ്റി എക്സ്പാൻഡ് ആവും. അപ്പൊ എന്താണ് നിങ്ങൾ നിങ്ങളിൽ ഫീഡ് ചെയ്യുന്നത് എന്നുള്ളത് കോൺഷ്യസ് ആയിട്ടിരിക്കുക. 6th ഹൗസ് സസ്റ്റൈനബിലിറ്റി ആണ്. നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്രയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാം. സൺ എനർജി, ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതാണ്. സോളാർ പ്ലെക്സസ് എനർജി സ്ട്രോങ് ആകുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബോഡി മൂവ്മെന്റ്സ് ഒക്കെ, യോഗയാണ് ഏറ്റവും ബെസ്റ്റ്. മെഡിറ്റേഷനും നിങ്ങളെ സഹായിക്കും. ഇത് ഒരു കോമ്പിനേഷൻ ഓഫ് മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീങ് നിങ്ങളിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു പ്രബലനായ ശത്രു ഉണ്ട്. ആ ശത്രുവിനെ മറികടക്കാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ്. അത് ശത്രുവിലേക്കല്ല എനർജി കൊടുക്കേണ്ടത്, ശത്രു ഉണ്ടാക്കിയ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെയാണ് ഓവർകം ചെയ്യേണ്ടത്. അല്ലാതെ ശത്രു ആരാണ്, ശത്രുവിന്റെ ജീവചരിത്രവും അല്ലെങ്കിൽ അത് അന്വേഷിച്ചതൊരു വ്യക്തിയോ സാഹചര്യമോ ആണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ എനർജി വീണ്ടും അങ്ങോട്ടേക്ക് കൊടുക്കുക എന്നുള്ളതല്ല നമ്മളിവിടെ പറയുന്നത്. അതിനെ നിങ്ങൾക്ക് ഇവിടെ എടുത്തു കാണിച്ചിട്ടുണ്ട്. നമുക്ക് 7 ചക്ര മെഡിറ്റേഷൻസ് ആണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. കാരണം ഇവിടെ നമ്പർ 44, 8 ആണ് വന്നിരിക്കുന്നത്. സാറ്റേൺ നിങ്ങളോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. നിങ്ങളുടെ കർമ്മയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ എനിമിയുടെ രൂപത്തിൽ. പക്ഷെ നിങ്ങളുടെ പോസിറ്റീവ് കർമ്മയാണ് ഈ എനിമിയെ നിങ്ങൾക്ക് റിവീൽ ആക്കി തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് റിവീൽ ആകുന്നുണ്ട് ഈ എനിമി. അത് ഞാൻ പറഞ്ഞു പലപ്പോഴും. അത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, ആരെങ്കിലും ആവാം, നിങ്ങളുടെ പാരൻസോ സിബ്ലിങ്സോ പാർട്ട്ണറോ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യമോ കലീഗ്സോ വർക്ക് സ്പേസോ അതിൽ നിങ്ങളുടെ മനസ്സ് തന്നെയോ നിങ്ങളുടെ ചിന്തകളോ എന്തുമാവാം. നമുക്ക് ഇവിടെ 7th ഹൗസും കൂടെ വന്നിട്ടുണ്ട്.
ആൻഡ് 8th ഹൗസ്. അടുപ്പിച്ചടുപ്പിച്ച് 6, 7, 8. അതായത് ഇത് ഒരു ഓർഡറിൽ നിൽക്കുകയാണ്. ഈ 6th ഹൗസിൽ ബാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ സെവൻത് ഹൗസിലേക്ക് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. 7th ഹൗസ് എന്താണ്? നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ആണ്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. മാരീഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് നിങ്ങളുടെ ലൈഫ് ഹാബിറ്റ്സ് മോശമായി മാറിയിട്ടുണ്ട്. ചിലവർ സ്പിരിച്വൽ സൈഡിലേക്ക് അവയർനെസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു എൻലൈറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. സാറ്റർണിന്റെ ഒരു എനർജിയും എനിക്കിവിടെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുക. വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു, വളരെ പോസിറ്റീവ് എനർജി ആയിരുന്നു. അത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ലഭിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ മോട്ടിവേഷൻ തന്നെയാണ് നമ്മൾക്കുള്ള ഇൻസ്പിറേഷൻ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ്, സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസിനൊക്കെ വേണ്ടിയുള്ള കൺസൾട്ടിങ്ങോ ഗൈഡൻസോ ഒക്കെ ആവശ്യമാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെന്റ്സ് ലഭ്യമാവുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.